നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ആശങ്ക മാറുന്ന ഒരു വാർത്തയാവട്ടെ. റിപ്പോർട്ടർ ഇമ്പാക്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ആക്രിക്കടത്ത് തടഞ്ഞ് സർക്കാർ. പാഴ്ക്കടലാസുകൾ നീക്കം ചെയ്യാനുള്ള ചുമതല കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന് നൽകി സർക്കാർ ഉത്തരവിട്ടു. റിപ്പോർട്ടർ വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അതേസമയം ആക്രിക്കടത്തിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചുപിടിക്കാൻ നടപടി ഇതുവരെയും ആയിട്ടുമില്ല. ടി വി പ്രസാദ് എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ആക്രിക്കടത്തിനെ കുറിച്ച് പ്രസാദ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നതിനൊടുവിൽ ഫലമുണ്ടായല്ലേ? ഗുഡ് മോർണിംഗ് സുജയ. പറഞ്ഞുകൊണ്ടേയിരുന്നു അതിന് ഫലമുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥ ഫലത്തിലേക്ക് വന്നില്ല സുജയ. അതായത് തട്ടിപ്പ് നടത്തിയ ആളുകളെ ഇതുവരെയും പിടികൂടിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല സർക്കാരിനുണ്ടായ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട്. ആ നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത് താൽക്കാലിക ജീവനക്കാരൻ ബിനുവിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിന് ലക്ഷങ്ങൾ നഷ്ടം വരുത്തി വെച്ചുകൊണ്ടുള്ള ആക്രികടത്ത് അത് നിർത്താൻ നമ്മുടെ വാർത്തയെ കൊണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ സ്ഥാപനമായ സർക്കാർ സ്ഥാപനമായ KPPL എടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവാവുകയും ചെയ്തു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 13 ആദ്യ ലോഡുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോവുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ ഘട്ടത്തിലാണ് അവിടുത്തെ പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആക്രികടത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടന്നത്. സെക്രട്ടേറിയറ്റിൽ നമുക്കറിയാവുന്നതുപോലെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ലോഡ് കണക്കിന് പാഴ്ക്കടലാസുകളും മറ്റ് ഇത്തരം വസ്തുക്കളുമാണ്, വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് ആക്രിയായി പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത് സുജിയ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ കരാറുണ്ടാക്കി. അതായത് മുത്തുവേൽ എന്ന് പറയുന്ന ആക്രി കച്ചവടക്കാരനുമായി ഒരു വ്യാജ കരാറുണ്ടാക്കി. പിന്നീട് മുത്തുവേലിനെ നമ്മൾ കണ്ടു. മുത്തുവേലിനെ നമ്മൾ കണ്ട സമയത്ത് മുത്തുവേൽ അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടതേയില്ല. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നത് വരെയുള്ള കാലങ്ങളിൽ ഏതാണ്ട് 3 വർഷക്കാലത്തോളം വ്യാജ ഉത്തരവുകൾ ഇറക്കിയാണ് ഓരോ ലോഡും അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അതായത് മുത്തുവേൽ അറിയാതെ മുത്തുവേലിൻ്റെ പേരിൽ സർക്കാർ ഉത്തരവിറക്കുകയാണ്. സർക്കാർ ഉത്തരവിറക്കിയത് പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗമാണ്. ഹൗസ് കീപ്പിംഗ് വിഭാഗത്തെ നയിക്കുന്നത് അവിടുത്തെ അഡീഷണൽ സെക്രട്ടറി P. ഹണിയാണ്. P. ഹണി ഭരണാനുകൂല സംഘടനാ നേതാവാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് P. ഹണി. ആ P. ഹണി തന്നെയാണ് ആക്രി കടത്തിയ ബിനുവിനെ അവിടെ താൽക്കാലികക്കാരനായി നിയമിച്ചതെന്ന് ബിനു തന്നെ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ P. ഹണി തന്നെയാണ് ഇങ്ങനെ മുത്തുവേലിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകൾ ഇറക്കിയത്. P. ഹണിയെ കൂടാതെ P. ഹണിയുടെ കീഴിൽ വരുന്ന അണ്ടർ സെക്രട്ടറിയായ രാജേഷും നിരവധി ഉത്തരവുകൾ ഇങ്ങനെ ഇറക്കി. ആ ഉത്തരവിൻ്റെ പിൻപറ്റിയാണ് ബിനു ലക്ഷങ്ങൾ വിലയുള്ള ആക്രി കടത്തുകയും ചെയ്തത്. അത് നമ്മൾ തുടർച്ചയായ വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായത്. KPPLന് കൊടുക്കാനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുന്നു. മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ജീവനക്കാരനായ ബിനുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെയുമുണ്ട് സുജയ പ്രശ്നം. ലക്ഷങ്ങൾ സർക്കാരിന് നഷ്ടമുണ്ടായി, അതിൽ അന്വേഷണമില്ല. എംപ്ലോയീസ് സംഘ് പരാതി കൊടുത്തിരുന്നു. BJP നേതാവായ BS രാജീവ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഭരണാനുകൂല സംഘടന ഉന്നതനായ P. ഹണിക്കെതിരെ ചെറുവിരലനക്കാൻ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കഴിയുന്നില്ല, സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ, അതായത് അതൊരു കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവായിരുന്നു ഇത് ചെയ്തത് എങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ സർവീസിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഇവർ അവരെ ലോക്ക് ചെയ്തതിന്. കാരണം അത്രയേറെ തെളിവുകളുള്ള ഒരു തട്ടിപ്പായിരുന്നു സെക്രട്ടേറിയറ്റിൽ നടന്നത്. സെക്രട്ടേറിയറ്റിലെ ഈ ആക്രികടത്ത് വലിയ ചർച്ചയാവുകയും അതിന് പിന്നാലെ പരാതി വരികയും ചെയ്തതിന് പിന്നാലെ പിടിക്കപ്പെടുമെന്നുള്ള ഘട്ടത്തിൽ താൽക്കാലിക ജീവനക്കാരനായ ബിനുവിനെ മാത്രം പുറത്താക്കുകയാണ് സുജയ. ബിനുവിനെ ജോലിയിൽ പ്രവേശിച്ച P. ഹണി ഇപ്പോഴും സുരക്ഷിതനായി തുടരുന്നു. P. ഹണിയുടെ നേതൃത്വത്തിൽ നടന്ന വ്യാജ ഉത്തരവുകൾ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല പൊതുഭരണ വകുപ്പ് സെക്രട്ടറി. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും അവസാനം KPPLന് അത് ആ പാഴ്വസ്തുക്കൾ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ആദ്യ ലോഡ് പോവുകയും ചെയ്യുന്നു. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ, വാർത്താ പരമ്പരകൾക്ക് പിന്നാലെ ഈ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് പാടേ നിർത്തുകയാണ്. അതായത് ആ നടത്തുന്നത് തട്ടിപ്പാണെന്ന് വ്യക്തമായി ബോധ്യമാവുകയും ആ നീക്കം നിലക്കുകയും ചെയ്തു. പിന്നീടാണ് KPPLനെ ഇത് ഏൽപ്പിക്കുന്നതും ആദ്യ ലോഡ് കഴിഞ്ഞ ദിവസം പോകുന്നതും. സുജയ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഭരണാനുകൂല സംഘടനാ നേതാവ് ഒരു തോന്നിയവാസം ചെയ്താൽ, ഒരു കളവ് ചെയ്താൽ, ഒരു മോഷണം ചെയ്താൽ അതിനെ പിടിക്കാനോ അതിൽ നടപടിയെടുക്കാനോ ഉള്ള ഒരു തൻ്റെടവും ഇച്ഛാശക്തിയും ഈ സർക്കാരിന് ഇല്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം. സുജയ, വരും ദിവസങ്ങളിൽ നമ്മളിത് ഫോളോ ചെയ്യും. സർക്കാരിന് സംഭവിച്ച ലക്ഷങ്ങളുടെ
നഷ്ടം അതും വിവരാവകാശ രേഖ പ്രകാരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ നടന്ന അനധികൃത നിയമനങ്ങളുടെ വലിയ പട്ടിക അതും വിവരാവകാശ നിയമപ്രകാരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ആക്രികടത്ത് എന്നുള്ളത് സെക്രട്ടേറിയറ്റിൽ ഭരണാനുകൂല സംഘടനാ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തട്ടിപ്പല്ല, പലതുണ്ട്. അതിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കുക തന്നെ വേണം സുജയ. ഓക്കെ, TV പ്രസാദാണ് ഈ അന്വേഷണ പരമ്പരയുമായി മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ അവിടെ നഷ്ടമായ ലക്ഷങ്ങളുണ്ട്, അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഈ ഒരു കരാർ മാറ്റത്തിനപ്പുറം സംഭവിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. തിരികെ